ഞങ്ങൾ ഇന്ന് ബംഗാളിലേക്ക് ട്രെയിനിൽ ഒരു യാത്ര പോവുകയാണ്. നമ്മുടെ കേരളം വഴി ബംഗാളിലേക്ക് പോകുന്ന വളരെയധികം തിരക്കേറിയൊരു ട്രെയിനാണിത്. സമയം 3:05 ഇപ്പോഴാണ് നമ്മുടെ ട്രെയിൻ പ്ലാറ്റ്ഫോമിലേക്ക് ഷണ്ടിങ് ചെയ്ത് വരുന്നത്. ട്രെയിൻ നമ്പർ 126-59 നാഗർകോവിൽ ജംഗ്ഷൻ ഷാലിമാർ ഗുരുദേവ് എക്സ്പ്രസ്. 2024 നിർമ്മിച്ച തേർഡ് AC-യിലെ B4 കോച്ചിലാണ് ഞങ്ങൾ ഇന്ന് യാത്ര. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറാം. 43-ഉം 46-ആണ്. ഒരു നടുഭാഗത്താണ് ബെർത്തുകൾ. അങ്ങനെ 1 മണിക്കൂർ വൈകി ഇതാ നാഗർകോവിൽ ജംഗ്ഷന്ന് ഷാലിമാർ ഗുരുദേവ് എക്സ്പ്രസ് എടുത്തിരിക്കുകയാണ്. നാഗർകോവിലിനും ഷാലിമാറിനും ഇടയിൽ ഈ ട്രെയിനാകെ 42 സ്റ്റോപ്പുകളാണുള്ളത്. ഈ ട്രെയിനിലൊക്കെ ടിക്കറ്റ് ഇട്ട് നന്നേ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ 2 മാസം മുന്നെയാണ് ബുക്ക് ചെയ്തത്. ഇവിടുന്ന് ഞങ്ങൾക്ക് കൊൽക്കത്തയിലേക്ക് ഒരാൾക്ക് തേർഡ് AC-യിൽ വന്ന ടിക്കറ്റ് ചാർജ് 2425 രൂപയാണ്. ചാക്കും കട്ടൊക്കെ എടുത്തിട്ട് വരുന്ന വേണ്ട. ഇതിന്റെ ഡബിൾ ഇരട്ടി തിരക്കുണ്ട് ഇനിയിപ്പം അടുത്ത 2 സ്റ്റേഷനുകളിൽ, അതായത് എറണാകുളത്തും ആലുവയിലും. സ്ലീപ്പർ ക്ലാസിന്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. സ്ലീപ്പർ ക്ലാസിന്റെ ഈ ഡോറൊക്കെ ലോക്കാണ്, അത്രയും തിരക്കാണ്. ഇത് S8 കോച്ചാണ്. ഈ ട്രെയിനിന്റെ സ്ലീപ്പർ ക്ലാസ്സിലൊന്നും ദീർഘയാത്രയ്ക്ക് ഒരിക്കലും അനുയോജ്യമല്ല. വരുവാണെങ്കിൽ AC തന്നെ എടുക്കുക. കണ്ടോ, എല്ലാ ഡോറും ലോക്കാണ്. അത്രയും തിരക്ക് കാരണം ലഗേജൊക്കെ വെച്ച് ക്ലോസ് ചെയ്തു. ഒരു ബെർത്തിൽ 6-7 ആൾക്കാരൊക്കെയാണ്. പിന്നെ ഇങ്ങനെ ഡോറിന്റെ ഭാഗത്ത് ഇതുപോലെ തന്നെ ആൾക്കാരൊക്കെ വന്ന് കിടക്കുന്നത് നമ്മുടെ B4 കോച്ചിലെ ഒരു കാഴ്ചയാണിത്. അൺറിസർവ്ഡ് കോച്ചിന്റെ ഒരു കാഴ്ച ഇതാണ്. നല്ല തിരക്കാണേ. ഇനി സ്ലീപ്പർ ക്ലാസിന്റെ കാഴ്ച കാണുവാണെങ്കിൽ ഇതൊന്നും തുറക്കാനേ പറ്റുന്നില്ല. അതിൻ്റെ അകത്ത് ആൾക്കാരൊക്കെ ബാഗൊക്കെ വെച്ച് ലോക്ക് ചെയ്തു. ഇവിടത്തേക്ക് പോകാൻ പറഞ്ഞു. ഈ സ്റ്റേഷനിൽ വണ്ടി നിർത്തിയ സമയത്ത് ഒരുപാട് പേര് പുറത്തേക്ക് ഇറങ്ങി. എന്നാലും ഇതേ കാണാം ഇവിടെ തിരക്ക്. 2:57 സന്ത്രകാച്ചിന്ന് ട്രെയിൻ എടുത്തു. ഇവിടുന്ന് ഹൗറയിലേക്ക് 7 കിലോമീറ്ററാണ് ദൂരമുള്ളത്. ഹൗറയിലേക്ക് പോകേണ്ടവർക്കൊക്കെ ഇവിടെ ഇറങ്ങാം. തമിഴ്നാട്ടിലെ നാഗർകോവിൽ നിന്നും 2578 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ കൊൽക്കത്തയിലെ ഷാലിമാർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. 3:13 ഇപ്പോൾ. ഇതാണ് ഷാലിമാർ റെയിൽവേ സ്റ്റേഷൻ.